ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു 4-5 തരം വെറൈറ്റി ആയിട്ടുള്ള പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഈ പായസ റെസിപ്പീസ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ പായസം കുറച്ച് ചെറുപയറുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ചെറുപയർ പായസത്തിൻ്റെ തന്നെ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇനി പായസത്തിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് 10-12 അച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ഇത് വെള്ളം ഇപ്പം മെൽട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി 1/4 കപ്പ് ചെറുപയറാണ് എടുക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്, എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് വറുക്കുന്നതിന് മുൻപായിട്ട് കഴുകി ഉണക്കിയെടുത്തത് തന്നെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിക്കോട്ടെ. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ടൊക്കെ പൗഡർ പരുവത്തിലാവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരട്ടെ. ഇതാ ചെറുപയർ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വല്ലാണ്ടങ്ങ് പൗഡർ പരുവത്തിലാവരുത്. അപ്പോൾ നമുക്ക് പായസം റെഡി ആവത്തില്ല. നമുക്ക് കടിച്ച് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ചെറുപയർ ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. വല്ലാണ്ടെങ്കിൽ വെന്തൊടയരുത്. ഇത്രയും ഒന്ന് കടിക്കുന്നൊരു പാകം ഉണ്ടല്ലോ, ആ സമയത്ത് വേണം നമുക്കിതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളം മെൽറ്റ് ചെയ്ത് വെച്ചത് മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഈ മധുരം ഒന്ന് ഈ ചെറുപയറിൽ പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുപയറിലോട്ടൊന്ന് തിള വരുന്ന സമയത്തേക്ക് എനിക്കൊരു കൊപ്ര കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒരു ചെറിയൊരു കൊപ്ര ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി കൊപ്രയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ, തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി എല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. കൊപ്ര തന്നെ വേണമെന്നില്ലേ, തേങ്ങാക്കൊത്തായാലും കുഴപ്പമില്ല. കൊപ്ര കട്ട് ചെയ്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു അരക്കപ്പില്ല, അതിൻ്റെ പകുതി 1/4 ഭാഗത്തോളം ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം പത്തിരി പൗഡറാണ്. അത് ഒരു ബൗളിലേക്കോ ഗ്ലാസ്സിലോ ഇട്ടിട്ട് ഒന്ന് കലക്കി മാറ്റി വെക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് പായസത്തിലേക്കുള്ള തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം പാലാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ഏലക്ക കൂടെ ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോരുത്, 1ആം പാൽ എടുക്കുന്നതല്ലേ. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇനി 1ആം പാൽ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള നമ്മളിപ്പോൾ അടിച്ചെടുത്ത ആ തേങ്ങയുടെ പീരയില്ലേ, അത് തന്നെ വെള്ളം കുറച്ച് ഏറെ ഒഴിച്ചിട്ട് 2ആം പാൽ അടിച്ചെടുക്കാം. ഇതാ 2ആം പാലും അരിച്ചെടുത്തിട്ടുണ്ട്. ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ മധുരം ചേർത്ത് വെച്ച ചെറുപയറില്ലേ, അതിലോട്ട് ഇനി നമുക്ക് 2ആം പാൽ ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മുഴുവനും അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ വെള്ളം, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടാണ് തേങ്ങാപ്പാലൂടെ ഒഴിച്ചപ്പോൾ അതിനാണ് ഞാൻ ബാക്കി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഒഴിക്കണേ അങ്ങനെ ഒഴിക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ കലക്കി മാറ്റി വെച്ച അരിപ്പൊടിയില്ലേ, അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കലക്കിയതിന് ശേഷം ആ കലക്കി വെച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് പായസത്തിന് ഒരു തിക്നെസ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് കുറുകി വരാൻ വേണ്ടി മാത്രമാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ചെറുപയറായതുകൊണ്ട് തന്നെ നമ്മൾ അധികം വേവിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അപ്പോൾ അതിനെ കുറുകാൻ വേണ്ടി മാത്രമാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഒന്ന് കുറുകിയും വരും കേട്ടോ, കാരണം നമ്മൾ അരിപ്പൊടി ചേർത്തതല്ലേ.
ഇനി പായസത്തിലേക്കുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ 1 ടീസ്പൂണോളം ഏലക്ക പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചുക്കും ജീരകമൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കരുത് കേട്ടോ പായസം. അതുകൊണ്ട് കൺസിസ്റ്റൻസി കറക്റ്റ് ആയതിനു ശേഷം മാത്രം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാന്ന്. നിങ്ങൾക്ക് എത്രത്തോളം ഒരു കുറുക്കി കിട്ടണം അതിനനുസരിച്ച് നോക്കിയിട്ട് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ കേട്ടോ, വല്ലാണ്ടങ്ങ് തിളപ്പിക്കരുത്. അരിപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ഇരിക്കുന്തോറും ഒന്ന് കുറുകി വന്നോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം പിന്നെ തിളപ്പിക്കേണ്ടതില്ല. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇരുന്നേരത്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് തന്നെ. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ കൊപ്പരയില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ പീസ്, ഞാൻ പറഞ്ഞല്ലോ കൊപ്പര തന്നെ വേണ്ട കേട്ടോ, തേങ്ങ കൊത്തായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായില്ലേ, അത് ഞാൻ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കാഷ്യൂ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ റൈസിൻസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് സൈഡിലാക്കിയിട്ട് കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളാണ് റൈസിൻസും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റൈസിൻസ് ഒന്ന് ബബിൾസ് ആകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. റൈസിൻസ് നല്ലൊരു ബബിൾസായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച കൊപ്രയില്ലേ, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത്, അതുകൂടെ ഈ സമയത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ട നല്ലൊന്ന് കുറുകി വരുന്നുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുറുക്കി എടുക്കാതിരുന്നത്. കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ വീണ്ടും അതൊന്ന് കുറുകി വരും. ഇപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നട്ട്സൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് എനിക്ക് തംബ്നെയിൽ ഫോട്ടോ ഇടുമ്പോൾ ഒന്ന് അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള പായസം ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ മാറ്റി വെച്ച നട്ട്സ് ഇല്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതിന് മുൻപ് ചെറുപരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചെറുപരിപ്പില്ലേ, ചെറുപയറിൻ്റെ പരിപ്പ്, ആ പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം. ഇതിനും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. നേരിയരിയും കുറച്ച് തേങ്ങയും. നേരിയരിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയും എടുക്കാം കേട്ടോ ഈ പായസത്തിന്. ഇതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസ റെസിപ്പി. അപ്പോൾ കണ്ടു നോക്കും. ഇനി പായസത്തിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കിലോളം വെല്ലം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഇതാ ഇപ്പോൾ നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു വലിയ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ നിറയെ ഉണ്ടായിരുന്നേ, ഒരു വലിയ ബൗളിൽ. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വല്ലാണ്ടങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇത് കണ്ടോ, ഇതുപോലൊന്ന് അരച്ചെടുത്താൽ മതി, വല്ലാണ്ടങ്ങ് അരഞ്ഞു പോകരുത്. കണ്ടോ, ഇത്രയും അരച്ചെടുത്താൽ മതി. നമുക്കിതുപോലൊന്ന് കിടക്കണം. ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും ആവുമ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നില്ലേ, അതേ കണക്ക്. ഇനി ഇതാ ഒരു 250 ഗ്രാമോളം നേരിയ അരിയില്ലേ, നമ്മൾ ബിരിയാണി റൈസിന് എടുക്കുന്ന കൈമ റൈസ്, അതാണ് എടുത്തത്. പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ കൂടുതൽ ടേസ്റ്റ് നേരിയ അരി എടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കുതിർത്തി എടുത്തതാണ്. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറോളം കുതിർത്തിയെടുത്ത്, അപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് ഈ തേങ്ങയില്ലേ അരച്ചെടുത്തത് അതിലോട്ട് മുഴുവൻ ഇട്ടെടുത്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അരിയും വല്ലാണ്ടങ്ങ് അരഞ്ഞു പോകരുത്. ഞാൻ ഈ സമയത്തും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് അരച്ചെടുക്കാനുള്ള പാകത്തിന്. ഇതാ അരിയും ചേർത്തിട്ട് തേങ്ങയും അരിയും കൂടെ ഇതുപോലൊന്ന് അരച്ചെടുക്കണം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് തേങ്ങ വല്ലാണ്ടങ്ങ് സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കരുതെന്ന് കേട്ടോ. അതുപോലെ ഈ അരിയും ഒരു തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ കിടക്കണം, അധികം അങ്ങ് അരച്ചെടുക്കരുത്. നമ്മൾ മാവൊക്കെ എടുക്കുന്ന പോലെ എടുക്കരുത്. ഇനി നമുക്കിതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത് പാനിലാണോ നിങ്ങൾ പായസം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മിക്സിയുടെ ജാറിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം
കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആദ്യം അരി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അരിയുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നേരിയരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം വേണേ അതിൽ കിടക്കുന്ന അരി ഒന്ന് വെന്ത് വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മെൽട്ടാക്കി വെച്ച വെല്ലയില്ലേ, അത് നമുക്ക് ഈ സമയത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയും ഓരോരുത്തർക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം നോക്കി ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ അരി നന്നായിട്ട് വെന്തതിന് ശേഷം വേണേ ഈ മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ അരി അരക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുരം. ഇനി ഇത് കെട്ടാതെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക. മധുരം ചേർത്തതിന് ശേഷം പെട്ടെന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അരി വെന്തതിന് ശേഷം വേണേൽ മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ ചൂടുവെള്ളം, പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണക്കാക്കിയതിന് ശേഷം അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഗീ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് റൈസിൻസും കാഷ്യൂ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ആദ്യം റൈസിൻസ് ഇടുന്നുണ്ട്. റൈസിൻസും കാഷ്യൂ ഒക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം റൈസിൻസാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റിയതിന് ശേഷം കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തന്നെ എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ റൈസിൻസ് ഇല്ല, അതൊന്നുകൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ നെയ്യോട് കൂടിയിട്ട് നമുക്ക് ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പായസം ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേവിച്ചതിന് ശേഷം മാത്രം മധുരം ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലോ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തത്. ഞാനൊരു ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസിൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി പായസം തന്നെ അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ മധുരം ചോദിക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടായാൽ മതി. പച്ചരിയും കുറച്ച് തേങ്ങയും വെല്ലവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമല്ലേ. അപ്പം ഇതിന് മുൻപും ഞാൻ ഒരുപാട് പായസം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. 3ാമത്തെ പായസം നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളത് കേട്ടോ. മാമ്പഴം ഉണ്ടെങ്കിൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയൊരു മാമ്പഴ പായസത്തിൻ്റെതാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കണ്ടു. അപ്പോൾ മാമ്പഴ പായസത്തിനായി ഞാനിതാ ഒരു മീഡിയം സൈസ് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വരയിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മാത്രം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തൊലി ചെത്തി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് എടുക്കുക. അതുപോലെ മാമ്പഴം എടുക്കുമ്പോൾ ഇപ്പം നല്ല പഴുത്ത മാമ്പഴം തന്നെ നോക്കിയെടുക്കുക. അതല്ലെങ്കിൽ പിന്നെ അതിനൊരു ചെറിയൊരു പുളി രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പായസം അത്ര കണ്ടങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. മുഴുവനും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അല്ലാണ്ടെങ്കിൽ പേസ്റ്റ് ഒന്നും ആക്കണം, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അധികം അങ്ങ് പൾപ്പാക്കണം എന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കുറച്ച് അരഞ്ഞു പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി വേറൊരു കപ്പിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഞാനിപ്പോൾ ഈ പാൽപ്പൊടി കലക്കിയെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാൻ കുറച്ച് കട്ടി തന്നെ കലക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് എടുക്കുന്നതല്ല. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗീ ഒന്ന് ചൂടായി വരട്ടെ. ഗീ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം സേമിയ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തത്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി റോസ്റ്റഡ് വെർമസെല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അങ്ങ് കളർ മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി കേട്ടോ.
ഇനി 1/2 ലിറ്ററോളം പാൽ ഇതിലേക്ക് സേമിയക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മിൽക്ക് പൗഡർ കലക്കി വെച്ചതിൻ്റെ ബാക്കി പാലാണ്. ഇനി ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സേമിയ ഈ പാലിൽ കിടന്ന് വേണം നമുക്കൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 അച്ച് വെള്ളം ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി അത് നമുക്ക് ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുഴുവനും ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മധുരത്ത് കിടന്നിട്ട് ഈ സേമിയ ഒന്ന് വെന്ത് വരട്ടെ. വല്ലാണ്ടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ജസ്റ്റ് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിലാകുമ്പോഴാണ് ഈ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാമ്പഴം ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചത് തന്നെ. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ ഈ മധുരത്തിലും പാലിലും കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ച ഈ മിൽക്ക് മിക്സ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഈ മിൽക്ക് പൗഡർ കലക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഞാനിതിന് മുൻപ് എൻ്റെ ചാനലിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ സേമിയ വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ സേമിയയും ആ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മാമ്പഴത്തിൻ്റെ പൾപ്പില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ വല്ലാണ്ടങ്ങ് അരഞ്ഞു പോകണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കടിക്കുന്ന പാകത്തിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കടിക്കുന്ന ഒരു പാകത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ലാണ്ടങ്ങ് അരച്ചെടുക്കണമെന്നില്ല കേട്ടോ. എൻ്റെ അത് കുറച്ച് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൽ ആ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ മാമ്പഴത്തിൻ്റെ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം മുഴുവനും ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ മാമ്പഴം ചേർക്കുമ്പോൾ വല്ലാണ്ടങ്ങ് മധുരം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബാക്കി വെച്ചത് കേട്ടോ വെള്ളം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. മധുരത്തിന് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഏലക്ക ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതുപോലെ മധുരം ഒന്ന് നോക്കട്ടെ. മധുരം നോക്കിയതിന് ശേഷം ഇതിലിപ്പോൾ കറക്റ്റാണ് മധുരം, കാരണം മാമ്പഴത്തിൻ്റെതും ആ വെല്ലവും ചേർത്തപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് മാമ്പഴം മധുരം ഇല്ലാത്തതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം മധുരം പോരാൻ തോന്നുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വെല്ലയില്ലേ ഉരുക്കി വെച്ചത്, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇനി നട്ട്സുകളൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നട്ട്സ് വറുത്തെടുക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂണോളം ഗീ ഞാൻ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് യെല്ലോ റൈസിൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുക. റൈസിൻസും കാഷ്യും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബബിൾസായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് ആദ്യം അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുന്നത് കേട്ടോ. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ പായസത്തിലോട്ട് ഈ നട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ആദ്യം ഇട്ട് അതിന് ശേഷം നമുക്ക് റൈസിൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കുറച്ച് നട്ട്സ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കാഷ്യൂ നട്ട്സ്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്ത പായസവും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ് ഉന്നക്കായ പായസം. ഉന്നക്കായ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവാതിരിക്കത്തില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉന്നക്കായ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലോട് കൂടി നമുക്കിത് കഴിക്കാം.
ഉന്നക്കായ പായസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പഴമാണ് എടുത്തത്, നേന്ത്രപ്പഴം. അപ്പോൾ പഴം എടുക്കുമ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ വാങ്ങിക്കുന്നില്ലേ, അതേ കണക്ക് കടയിൽ പറഞ്ഞ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ പഴം വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പഴം ഒന്ന് വെന്ത് വരുന്ന ടൈമിലേക്ക് 1/4 കപ്പ് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പം പഴം അപ്പുറത്തേക്ക് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വേവുമ്പോഴേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ ചവ്വരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരട്ടെ, അതുവരെ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പഴം നന്നായിട്ട് പുഴുങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ബ്ലാക്ക് കളർ സീഡ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് കളഞ്ഞു കളയാം. നമ്മൾ ഉന്നക്കായൊക്കെ ഉരുട്ടാൻ എങ്ങനെയാണോ ഉടച്ചെടുക്കുന്നത് അതേ കണക്ക് തന്നെ ഉടച്ചെടുക്കാൻ നോക്കാം. ഇനി ഞാനൊരു പൊട്ടാറ്റോ സ്മാഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവച്ച് ഇതൊക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുളയും എടുത്തിട്ട് നമ്മൾ സാധാരണ ഉന്നക്കായ്ക്ക് ഉരുട്ടില്ല അതേ കണക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫില്ലിങ്സ് വെക്കുന്നില്ല എന്നേ ഉള്ളൂ, ഉന്നക്കായുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാ ഫില്ലിങ് വെക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉന്നക്കായുടെ കായ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. അല്ലെ പിന്നെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര കണക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ഇനി ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഒന്നിങ്ങനെ വിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരു സൈഡൊന്ന് ആയി വരുന്നെന്ന് കാണുമ്പോൾ മാത്രം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ അത്ര അങ്ങ് കുക്കാനൊന്നുമില്ല. ശ്രദ്ധിച്ചിട്ട് വേണേ തിരിച്ചിട്ട് കൊടുക്കാൻ, അല്ലെ പിന്നെ വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവും, പഴയല്ലേ. ഇപ്പോൾ ഇതാ ഒരു വശം മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അടിവശം പെട്ടെന്ന് മുരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് പതുക്കെ ഉടയാതെ എടുക്കാൻ നോക്കിയാൽ മതി. ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒന്ന് ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. അപ്പോൾ നമ്മുടെ സ്മോൾ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കഴിയുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലൊന്ന് തിള വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാരയും പാലും കൂടി ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. ഈ പാലൊന്ന് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് മെയ്ഡും ആ പാലും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി ഈ പാലിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ അത്ര കണ്ട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഒക്കെ പാലിൽ നന്നായിട്ടൊന്ന് മെൽട്ടായി മിക്സ് ആവട്ടെ. ഇത് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ചവ്വരിയില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് പായസം കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെറിയ ഉന്നക്കായില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം.
ഇനി ഈ ഉന്നക്കായയിലോട്ട് ഈ മിൽക്ക് മെയ്ഡും പാലും ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. കൂടുതൽ അങ്ങ് ഇട്ട് ഇളക്കരുത്, കാരണം ഉന്നക്കായ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉന്നക്കായ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം അത് ഉടക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഓണത്തിന് ഈ പായസം, ഉന്നക്കായ പായസം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്ത മിൽക്ക് മെയ്ഡ് ഇല്ലേ, അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തത് തന്നെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് മിൽക്ക് മെയ്ഡൊക്കെ. അപ്പോൾ പാലും പഞ്ചസാരയും മിക്സായി നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഞാൻ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇപ്പൊ ഇതാ നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോ ഇത്രയാണ് കുറുക്കി എടുക്കുന്നത്. ഇപ്പൊ ഒരു വെറൈറ്റി പായസം തന്നെയല്ലേ. ഞാനിപ്പോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇനി എല്ലാ പായസത്തിലും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് റൈസിൻസും കാഷ്യൂവും ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, റൈസിൻസും കാഷ്യൂ നട്ട്സും ഒന്ന് വറുത്തെടുക്കാൻ തന്നെ. ഇനി ചൂടായി വന്ന എണ്ണയിലോട്ട് പരിപ്പിട്ട് കൊടുക്കുന്നു. ഇനി ഈ കാഷ്യൂ നട്ട്സിന്റെ കളറൊന്ന് മാറി വരട്ടെ. അപ്പോൾ കാഷ്യൂ നട്ട്സും നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പായസത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സിന്റെ കളറൊന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കറുപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് മുന്തിരി തന്നെ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ കളർ ആണെങ്കിൽ യെല്ലോ കളർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ യെല്ലോ കളർ റൈസിൻസ് ഇല്ലേ, അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ബബിൾസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഈ പായസത്തിലോട്ട് നമ്മൾ വറുത്ത് വെച്ച നമുക്ക് ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ആ നെയ്യ് അടക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം അല്ലേ. അപ്പോൾ ഈ ഉന്നക്കായ പായസം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. ഇനിയും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണ് പപ്പായ പായസം കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി പായസത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് 4-5 അച്ച് ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു 5 അച്ച് വെള്ളം എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഈ പപ്പായ പായസത്തിലോട്ട് ഞാൻ ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 മണിക്കൂറോളായി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൂത്തൊരു പച്ച പപ്പായ തന്നെ ഞാൻ എടുത്തത്. ഇനി ഇതിൻ്റെ തൊലിയും സീഡൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുക്കട്ടെ. ഇപ്പം ഇതാ പപ്പായയുടെ തൊലിയും സീഡ്സൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ പപ്പായയുടെ ആ ഗ്രീൻ കളർ ഇതിൽ തീരെ പെടാതെ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പിന്നെ പായസം ഉണ്ടാക്കി കഴിയുമ്പോൾ വല്ലാത്തൊരു കയ്പ്പ് രസമായിരിക്കും അത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ പപ്പായ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ മുഴുവനായിട്ട് പപ്പായ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി പായസത്തിന് വേണ്ടിയിട്ട് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. 1-ാം പാൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാ, കൂടുതലാവരുത്. ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പം ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ അടിച്ചെടുക്കാം. ഇനി ഇതും കൂടെ ഞാനൊന്ന് അടിച്ചെടുത്ത് വരട്ടെ. ഇനി വേറൊരു ബൗളിലോട്ട് 2-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 2-ാം പാൽ ഞാൻ കുറച്ച് കട്ടിയോട് കൂടിയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു അരിപ്പക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെയിൻ ചെയ്ത് കിട്ടും. നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ പിന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി കുറച്ച് എളുപ്പമല്ലേ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് പോകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി പപ്പായ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്ട്രെയിൻ ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
കളറൊന്നും അങ്ങ് മാറണം എന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ സേമിയ പായസമൊക്കെ വെക്കുമ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, അതേ കണക്കന്നെ ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനേ. ഇപ്പോൾ ഇതാ പപ്പായ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, വേറൊരു ബൗളിലോട്ട് കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ച 2ാം പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച ശർക്കരയില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ശർക്കരയിലും 2ാം പാലിലും കിടന്നിട്ട് പപ്പായ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തേങ്ങാപ്പാൽ വല്ലാണ്ടെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയാൽ നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ കുറേ സമയം കുറുക്കി എടുക്കേണ്ടി വരും. അപ്പോഴേക്ക് പപ്പായ വല്ലാണ്ടങ്ങ് അടിഞ്ഞും പോകും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. മധുരമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പായസത്തിലോട്ട് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചവരിയില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണേ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എങ്കിലും പായസം കുടിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി ചവ്വരി കൂടെ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. എന്തായാലും പായസം ഒന്ന് ഇരിക്കുമ്പോൾ ചവ്വരിയൊക്കെ ചേർത്തതല്ലേ, ഒന്നുകൂടെ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാല് ചേർത്താൽ പിന്നെ നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം 1ാം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെയും വീണ്ടും തിളപ്പിച്ചാൽ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് വറുത്തിടാം. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് യെല്ലോ റൈസിൻസും ബ്ലാക്ക് റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ബബിൾസായി വന്നോട്ടെ. നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ച പപ്പായ ഇല്ലേ അതുകൂടെ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണേ പപ്പായ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതിനു മുൻപ് ഞാൻ കുറേ വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കക്കുരു പായസം, കടലക്ക പായസം ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലക്കടലക്ക പായസം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും അതിൻ്റെയൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസിൻസും കാഷ്യൂ നട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. ഫ്രൈ ചെയ്ത് വെച്ച പപ്പായയില്ല അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെറൈറ്റി ആയിട്ടുള്ള പപ്പായ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പായസവും നല്ല വെറൈറ്റി ആയിട്ടുള്ള അല്ലേ. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടാൽ തന്നെ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും താങ്ക്